ദിലീപിനെ പുറത്തിറക്കാൻ ഒരു വിഭാഗം നിർമ്മാതാക്കൾ രംഗത്ത്. ഏതു വിധേനയും പുറത്തിറക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. നേരത്തെ ദിലീപിനെ എതിർത്തവരെ സമ്മർദ്ദത്തിലൂടെ കൂടെ നിർത്താനും നീക്കം. ദിലീപിന്റെ സഹോദരന്റെ നേതൃത്വത്തിലാണ് ഇതിനായുള്ള ചരടുവലികൾ. ഷാജഹാൻ ചേർന്ന വിവരങ്ങളുമായി. ഷാജി, കഴിഞ്ഞ ദിവസം സഹോദരനും ചില ബന്ധുക്കളുമൊക്കെ ദിലീപിനെ പോയി കണ്ടിരുന്നു. നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ എതിർത്തവർ പോലും പിന്നെ മൗനം പാലിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. ഈ രീതിയിൽ വളരെ പ്ലാൻഡ് ആയുള്ള, ഒരുപക്ഷെ വളരെ സ്ക്രിപ്റ്റഡ് ആയുള്ള ഒരു നീക്കം തന്നെയാണോ വിലയിരുത്തപ്പെടുന്നത്? എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും സൗമ്യ, ദിലീപ് എന്ന നടനെക്കുറിച്ച് നമുക്കറിയാം. സിനിമാ മേഖലയിലുള്ളവർ ദിലീപിൻ്റെ അറസ്റ്റിന് ശേഷം നല്ലൊരു വിഭാഗം ആളുകൾ സിനിമാ മേഖലയുമായി പ്രവർത്തിക്കുന്നവർ ദിലീപിൻ്റെ പ്രവർത്തികളെക്കുറിച്ചും മറ്റും പരസ്യമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് പ്രധാനമായിട്ടും നവമാധ്യമങ്ങളിലൂടെ ദിലീപിന് അനുകൂലമായിട്ടുള്ളൊരു തരംഗം കേരളത്തിൽ സൃഷ്ടിക്കാൻ ഉള്ളൊരു ശ്രമം നടന്നിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ദിലീപിൻ്റെ അനുജനടക്കമുള്ളവർ ചേർന്ന് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ചില മുന്നറിയിപ്പുകളൊക്കെ നൽകിയിരുന്നു. ഇത്തരത്തിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് തുടർന്ന് പ്രവർത്തനം നടത്തണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രമേ ഇനി ദിലീപിന് അനുകൂലമായി സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇത്തരത്തിൽ ഏത് വിധേനയും വ്യാഴാഴ്ച ദിലീപിന് ജാമ്യം സമ്പാദിക്കുക എന്നുള്ളതാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത്. ഇത്തരത്തിൽ ദിലീപിന് 90% ജാമ്യം ലഭിക്കുമെന്നുള്ളതാണ് ഇവർ തങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോടും മറ്റും പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്തിക്കൊണ്ടും ദിലീപിനെതിരായിട്ട് ശക്തമായിട്ട് രംഗത്ത് നിൽക്കുന്ന പലരെയും ഇപ്പോൾ ദിലീപിൻ്റെ ഒപ്പം നിർത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിയെ പോലും ഭീഷണിയുടെ സ്വരത്തിലും മറ്റ് സമ്മർദ്ദത്തിലും ഒക്കെ തന്നെ പരാതി പിൻവലിക്കാനോ അല്ലെങ്കിൽ മൗനം പാലിക്കാനോ ഒക്കെയുള്ള സമ്മർദ്ദം നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ ഒരു സംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായി ഇപ്പോൾ പോകുന്ന അതേ ഘട്ടത്തിൽ കേസ് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ദിലീപ് ശിക്ഷ വാങ്ങിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് എന്നുള്ളതാണ് നിയമപരമായി ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഉപദേശം. അതുകൊണ്ട് തന്നെ ഇത്തവണ ഏത് വിധേനയെങ്കിലും ദിലീപിനെ ജാമ്യത്തിലിറക്കുക. ദിലീപ് ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് തെളിവുകളുമൊക്കെ സ്വാഭാവികമായിട്ടും നശിപ്പിക്കത്തക്ക ഒരു നിലയിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ ദിലീപ് ഈ കേസിൽ നിന്നും വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അവരുടെ അവസാനത്തെ ഒരു കടമ്പ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ വ്യാഴാഴ്ച ഈ ജാമ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ അപേക്ഷ നൽകിയിരിക്കുന്നത്. വ്യാഴാഴ്ച തന്നെ ജാമ്യം ലഭിക്കണമെന്നുള്ളൊരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം അഭിഭാഷകന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ജാമ്യം പരിഗണിക്കണമെന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഏത് വിധേനയും ദിലീപിനെ പുറത്തിറക്കിക്കൊണ്ട് ഇപ്പോൾ സിനിമാ മേഖലയിൽ ദിലീപിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരെയൊക്കെ നിശബ്ദരാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അതിന് തക്ക എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവരുടെ പക്കലുണ്ട്. നേരത്തെ നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് അറസ്റ്റിലായതിനു ശേഷമാണ് പല നിർമ്മാതാക്കളും അല്ലെങ്കിൽ സംവിധായകരും അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരുമൊക്കെ തന്നെ ദിലീപിനെതിരായിട്ട് പ്രതികരിക്കാൻ പോലും തയ്യാറായത്. ശ്രീ ബൈജു കൊട്ടാരക്കര നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ബൈജു കൊട്ടാരക്കര, അവിടെയാണ് നമ്മൾ ചില സാഹചര്യങ്ങൾ കൂടി പരിശോധിച്ചാൽ ഈ ഒരു വാർത്തയ്ക്ക് കൂടുതൽ സ്ഥിരീകരണമാകുമെന്ന് കരുതുന്നു. ഇപ്പോൾ താങ്കൾ അടക്കമുള്ള ആളുകൾ ആദ്യഘട്ടം മുതൽക്കേ തന്നെ കൃത്യമായി ഈ വിഷയത്തിൽ ഇരയ്ക്കൊപ്പം നിന്ന് സ്റ്റാൻഡ് എടുത്തിട്ടുള്ള ആളാണ്. പക്ഷേ നമ്മൾ കണ്ടതാണ്, അതിനുശേഷം ദിലീപ് അറസ്റ്റിലാകുന്നു. അറസ്റ്റ് ഉറപ്പിച്ച ശേഷം പിറ്റേ ദിവസം മുതൽ നിരവധി ആളുകൾ, നിരവധി സീനിയർ താരങ്ങളടക്കം പ്രതികരിക്കാനായി രംഗത്തുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ രണ്ട് രീതിയിൽ സംസാരിക്കാൻ, ആ തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ, ആ തരത്തിൽ വലിയൊരു പ്രചരണം നടത്താനൊക്കെ തന്നെയും സജീവമായി ഒരു കൂട്ടർ രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു നീക്കം, ഈ ഒരു വാർത്ത, അതിന് താങ്കളുടെ അറിവിൽ എത്രത്തോളം സ്ഥിരീകരണം നൽകാനാകും? ഞങ്ങള് കേട്ടിടത്തോളം ഇത് എന്താ പറയാ, ഈ കേസ് ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഈ കേസിൽ പിടിക്കപ്പെട്ട ആളുകളെ ഒഴിവാക്കാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് പല സ്ഥലത്തും നമ്മൾ കേട്ടുകേൾവി മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ നിന്ന് വളരെ വസ്തുനിഷ്ഠമായ കാര്യങ്ങളോട് ആൾക്കാർ വിളിച്ചു പറയാറുണ്ട്. ഇപ്പൊ തന്നെ ഈ ദിലീപ് അറസ്റ്റ് ആയതിനു ശേഷം നമുക്കറിയാമല്ലോ, ഈ കഴിഞ്ഞ ഒരു 1-2 ആഴ്ചയായിട്ട് ട്രോളുകളുടെയും ഫേസ്ബുക്കിലൂടെയും നമ്മളറിയില്ല PR ഏജൻസി കൊടുത്തു എന്ന് പറഞ്ഞു. ഈ PR ഏജൻസി എവിടെ? തിരുവനന്തപുരത്തുള്ള ഒരു PR ഏജൻസിയും കൊച്ചിയിലുള്ള ഒരു PR ഏജൻസിയും കൂടെ ദുബൈയിലോട്ട് കണക്ട് ചെയ്ത് ഇവർ 3 കൂടെയാണ് ഈ ട്രോളുകളും ഈ ഫേസ്ബുക്കും മൊത്തം എഴുതി ഒരു അനുകൂല തരംഗം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. എത്ര അനുകൂല തരംഗം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് കേരളമാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം. അപ്പൊ അവര് അനുകൂല തരംഗം ഉണ്ടാക്കുക. ഫുട്ബോളർ നെയ്മർ പോലും ദിലീപിനെ സപ്പോർട്ട് ചെയ്തിരിക്കുക ഓരോരുത്തരകത്ത്. അപ്പൊ അതിൽ നിന്ന് അറിയാമല്ലോ ഇത് ആരാ ചെയ്തത്. നെയ്മർ അവിടെ ഇരുന്നിട്ട്, യൂറോപ്പിൽ ഇരുന്നിട്ട് നെയ്മറാണ് അവിടെ സപ്പോർട്ട് ചെയ്തിരിക്കുക ദിലീപിന്. ആ പൊട്ടത്തരം കള്ളത്തരം കാണിക്കുമ്പോഴും പൊട്ടത്തരം കാണിക്കായിരുന്നു കൂടി. 1. 2, ഇപ്പോ ദിലീപിന്റെ 1-2 സിനിമകൾ റിലീസ് ആവാനുണ്ട്.
ആ സിനിമകളെ ബന്ധപ്പെടുത്തി ചില നിർമ്മാതാക്കളും ചില ആളുകളുമായിട്ട് വ്യാപകമായിട്ട് ഇതെങ്ങനെയെങ്കിലും ഒന്നുകിൽ സാക്ഷിമൊഴി ഇല്ലാതാക്കിയോ അല്ലെന്നുണ്ടെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കുകയോ ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ശ്രമവും ഇതിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇന്നലെ വൈകുന്നേരത്തോട് ഞാൻ കിട്ടിയത്. ഒരുപക്ഷെ അവിടെയാണ് ശ്രീ ബൈജു കൊട്ടാരക്കര ഒരു നിർമ്മാതാവിന് നഷ്ടമുണ്ടാകണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വരാനുള്ള സിനിമകൾ തടസ്സപ്പെടണമെന്നോ എന്നും ആർക്കും ആഗ്രഹമില്ല. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു വലിയ കുറ്റകൃത്യം, വലിയൊരു ക്രിമിനൽ കുറ്റം നടന്നിരിക്കുന്നു, വലിയ ഗൂഢാലോചന നടന്നിരിക്കുന്നു. അത് ഈ പറയുന്നത് പോലെ തന്നെ സിനിമാ മേഖലയെ മുഴുവൻ നാണക്കേടിലാക്കുന്ന തരത്തിലാണ് ആ കാര്യങ്ങൾ പോയിരിക്കുന്നത്. ആ കുറ്റം മാറ്റി നിർത്തപ്പെട്ടാലും വേണ്ടുകേല എന്ന ഒരു ചിന്താഗതി ഇത്തരക്കാരിലേക്ക് കുത്തിയിറക്കാനായിട്ടൊരു ശ്രമം അത് ഒരു പരിധിയോളം വിജയിക്കുകയും ചെയ്തു എന്നത് അപകടകരമായ ഒരു അവസ്ഥയല്ലേ? തീർച്ചയായിട്ടും സിനിമാ രംഗത്തിന് ഏറ്റവും വലിയ അപമാനകരമാണെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞാണ്. ഇനി ഞാൻ നേരത്തെ താങ്കൾ പറഞ്ഞ ആ നഷ്ടത്തിന്റെ കാര്യം ഒന്ന് പറയട്ടെ. ദിലീപിന്റെ ഇറങ്ങാനുള്ള 2 സിനിമ, ഒരെണ്ണം ടോമിച്ചൻ മുളകുപാടത്തിന്റെ സിനിമയാണ്. അദ്ദേഹം കഴിഞ്ഞ സിനിമയിൽ നിന്ന് 150 കോടി രൂപ അയാൾക്ക് കിട്ടിയതാണ്. ടോമിച്ചൻ മുളകുപാടം എന്ന് പറയുന്ന നിർമ്മാതാവിന് കിട്ടിയതാണ്. 150 കോടി രൂപ പുള്ളിക്ക് കിട്ടിയതാണ്. ഈ പടത്തിന് ആകെ 14 കോടി രൂപ വന്നിട്ടുള്ളൂ. ഇത് ടെക്നീഷ്യൻസിന്റെ എല്ലാം കാശ് കിട്ടിയതാണ്, താരങ്ങളുടെ എല്ലാം കാശ് കിട്ടിയതാണ്. ബാക്കിയുള്ള നഷ്ടം ദിലീപിൽ നിന്ന് അദ്ദേഹം ഈടാക്കണം. അതാണ് വേണ്ടത്. കാരണം ദിലീപ് വഴിയാണ് ആ സിനിമ റിലീസ് ആയില്ല എന്നുണ്ടെങ്കിൽ ദിലീപിൽ നിന്ന് ഈടാക്കണം. പിന്നെ ഒരു സിനിമ ആരുടെയാണ്? ഗോകുലം ഗോപാലിന്റെയാണ്. ഗോകുലം ഗോപാൽ എന്ന് പറഞ്ഞ ആളും മോശക്കാരനൊന്നും അല്ല. ഈ അടുത്തിടയ്ക്ക് പോലും റെയ്ഡ് നടന്ന കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നൊക്കെ പിന്നെ 400 കോടിയോ അങ്ങാണ്ട് പിഴയൊക്കെ അടിച്ചു കൊടുത്താണ്. പുള്ളിക്ക് ഒരു 5-10 കോടിയോ എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ഒന്നുമില്ല. അപ്പൊ ഇവരാരും കുടുംബം പണയം വെച്ചൊന്നും സിനിമ എടുക്കാൻ വന്നവരൊന്നും അല്ല. അപ്പോ അതും ഈ പറഞ്ഞതുപോലെ ടെക്നീഷ്യൻസിന്റെ ഒക്കെ കാശ് കിട്ടിക്കഴിഞ്ഞതാണ്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിന് കാശ് കിട്ടിക്കഴിഞ്ഞതാണ്. അദ്ദേഹത്തിന് ബാക്കി വരുന്ന നഷ്ടം ആരാന്ന് വെച്ചാൽ ആ നടൻ, ഇതിന് നിന്നിരുന്ന ആ നടനാണ് ആ ബാക്കി കാശ് തീർക്കുന്നത്. അങ്ങനെ ഇൻഡസ്ട്രിക്ക് അങ്ങനെ ഫിനാൻഷ്യലി വലിയ നഷ്ടമൊന്നുമില്ല. പിന്നെ ദിലീപിലേക്ക് ചെയ്യാമെന്ന് പ്രോജക്റ്റുള്ളൂ. ദിലീപിലേക്ക് സിനിമ ഇതിലിപ്പോ എന്താ കുഴപ്പമെന്ന മലയാളത്തിൽ വേറെ എത്രയോ നടന്മാരുണ്ട്, അല്ലെ 100 കണക്കിന് ആൾക്കാർ പുതുതായിട്ട് വരുന്നുണ്ടല്ലോ, പുതിയ ആൾക്കാരുടെ പടങ്ങൾ ഇഷ്ടംപോലെ ഓടുന്നുണ്ടല്ലോ. ഇപ്പൊ നിൽക്കുന്ന താരങ്ങളെ വെച്ച് പടം എടുക്കട്ടെ. അല്ലാതെ ഒരാൾ പോയെന്ന് പറഞ്ഞത് ഒരു സിനിമയ്ക്കോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനോ ഒന്നിനോ ഒരു അവസാനമൊന്നും അല്ല. ശ്രീ ബൈജു കൊട്ടാരക്ക ദയവായി തുടരുക. ശ്രീ ലിബർട്ടി ബഷീർ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ലിബർട്ടി ബഷീർ, ഇവിടെ ഈ ഇരയാക്കപ്പെട്ടതും ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതും ഒരേ മേഖലയിൽ നിന്നുള്ള ആൾക്കാരാണ്. ഒരേ മേഖല എന്നതിനപ്പുറത്തേക്ക് നിയമത്തിന് മുന്നിൽ അവർ പൗരന്മാരാണ്, തുല്യ നിയമ പരിഗണന ലഭിക്കേണ്ടവരാണ്. പക്ഷെ അന്ന് ആ സ്ത്രീ ഇത്ര ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു, നാണം കെടുത്തപ്പെടുന്നു, ആ സമയത്തൊന്നും ഇല്ലാത്ത അത്രയൊരു ആവേശം ഇപ്പോൾ ഈ ദിലീപിനെ സപ്പോർട്ട് ചെയ്യാനായി കാണുമ്പോഴല്ലേ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ വലിയ സംശയം തോന്നുന്നത്? ശ്രീ ലിബർട്ടി ബഷീർ. സംശയം 100% ശരിയാണ്. കാരണം ഈ കുട്ടി കഴിഞ്ഞ 4 വർഷം 5 വർഷത്തോളം സിനിമാ ഫീൽഡിൽ നിന്ന് ഔട്ടായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവരിൽ എവിടെ പോയി? 5 വർഷത്തോളം സിനിമയിലാണ്ട് ആ കുട്ടി മറ്റേ തമിഴിലും തെലുങ്കിലൊക്കെ പോയിട്ട് അഭിനയിക്കേണ്ടി വന്നത്. സ്വന്തം മാതൃ മലയാളത്തിലൂടെ വന്ന കുട്ടിയാന്ന്, മലയാളക്കാരിയാന്ന്. ആ കുട്ടിക്ക് ഇവിടെ പടയില്ലാത്ത സമയത്ത് ചോദിക്കാൻ വേണ്ടി അമ്മയിലോ അല്ല ഫെഫ്കയിലോ പ്രൊഡ്യൂസേഴ്സിലോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലോ ഒരു കുട്ടി ഉണ്ടായിട്ടില്ല. ഇപ്പം ഈ ദിലീപിന് വേണ്ടി ഈ മറുപടി കൊടുത്ത് അവരിപ്പോ പറയാന്ന് മലയാള ഇൻഡസ്ട്രിക്ക് ഭയങ്കര ലോസാണ്. ഇവിടെ പണ്ട് സജീവത്തിന് 5 വർഷം 6 വർഷം ശിക്ഷിച്ച സമയത്ത് അവിടെ ശരിക്ക് അന്ന് അവിടെ 2-3 പടം പെൻഡിങ്ങിനുണ്ട്. അന്നും ഈ ബോളിവുഡിൽ ഒരു പ്രൊഡ്യൂസറോ ഡിസ്ട്രിബ്യൂട്ടറോ കോടതിയൊന്നും ബാധിച്ചിട്ടില്ല. ഇത്ര രൂപ നമുക്ക് നഷ്ടം ഉണ്ടെന്ന്. പർട്ടിക്കുലർ ഒരു പടത്തിന് വേണ്ടി ബാധിച്ചിട്ടുണ്ട്. അതിന് ഡബ് ചെയ്യാനുള്ള സമയം കൊണ്ടൊരു വാദം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ദിലീപ് നല്ല വ്യക്തി ഇല്ലെങ്കിൽ 100 വൈക്കും ആർട്ടിസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത് വേറെ ദിലീപ് വരും. ആ കാലാകാലം ഓരോ കാലഘട്ടങ്ങളിലും ഓരോ ആർട്ടിസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിപ്പോ ദിലീപിന്റെ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ഓരോ അവന്റെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പടം മോശമായി വരുന്നു, പടം പൊഴിയുന്നു. ഇതെല്ലാം ഒരു ജനങ്ങളെ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗം അങ്ങോട്ട് ഇറങ്ങിയാണ്. ഇത് വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഇവിടെ 4 പ്രൊഡ്യൂസേഴ്സിന്റെ ഇടതുപക്ഷ സഹയാത്രികരെ 4 ആൾക്കാരെ പടം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ 4 വൻകിട പടങ്ങളാണ്. അവിടെ അവര് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് അവർക്ക് നീതി കിട്ടുന്നില്ല. അവർ ഇപ്പം അമൽ നീരദിന്റെ ഒരു പടം 62 തിയേറ്ററിൽ കളിക്കാൻ ബാക്കിയാണ്. ഇവർ കളിപ്പിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ അതിനൊന്നും ഇതൊക്കെ ഇൻഡസ്ട്രി നഷ്ടമില്ല, അതൊന്നും നഷ്ടമില്ല. ഒരു ദിലീപിന് വേണ്ടി ഓടി കിടക്കുകയാണ് കുറച്ച് ആൾക്കാർ. ഒരു വിഭാഗം ആൾക്കാർ, എല്ലാ പ്രൊഡ്യൂസേഴ്സിന്റെ എല്ലാ ആൾക്കാരും ഉണ്ട്. ഒരു വിഭാഗം കുറഞ്ഞ വിഭാഗം ആൾക്കാർ മറുപടി കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഞാൻ തിരികെത്താം. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇവിടെ
ജയിലിൽ കിടക്കുകയാണ് ആൾ. ഈ പറയുന്നത് പോലെ തന്നെ കോടതി തീരുമാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാലും പൂർണ്ണമായും സംശയത്തിന്റെ നിഴലിലാണ്. അന്വേഷണ സംഘം പറയുന്നു വ്യക്തമായ തെളിവുകളുണ്ടെന്ന്. ഇത്രയേറെ തെളിവുകളുമായി ജയിലിൽ കിടക്കുന്ന ആൾക്ക് വേണ്ടിയാണ് ഇത്രയും മുറവിളി കൂട്ടുന്നത്. ഒരു പക്ഷേ നേരത്തെ പോലെ അറസ്റ്റിന് മുൻപ് സംശയത്തിന്റെ നിഴലിൽ പുറത്തു നിൽക്കുകയായിരുന്നുവെങ്കിൽ ഈ വിധത്തിൽ പേടികൊണ്ടെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാം എന്ന തരത്തിലേക്കൊക്കെ എത്താം. പക്ഷേ അതിനും അപ്പുറത്തേക്ക് പ്രൊട്ടക്ട് ചെയ്തേ മതിയാകൂ, അല്ലെങ്കിൽ തങ്ങൾക്ക് എന്തോ വലുത് സംഭവിക്കും എന്നൊക്കെയുള്ളൊരു മുന്നറിയിപ്പ് ഇവർക്കൊക്കെ എവിടെയൊക്കെയോ ഉണ്ട്. ശ്രീ ബൈജു കൊട്ടാരക്കര, ഞാൻ പറഞ്ഞില്ലേ, ഇത് പിന്നെ ദിലീപിനെ വെളിയിലിറക്കേണ്ട ചില ആൾക്കാരുടെ ആവശ്യമാണ്. എല്ലാവരുടെയും ഒന്നല്ല, സിനിമ ഇൻഡസ്ട്രിക്ക് അതൊന്നും ആവശ്യമില്ല. ഇത് ചില 3-4 പേരുടെ ആവശ്യമാണ്. കാരണം അവരുടെയും കൂടെ മുഖം പോകുന്ന ഒരു അവസ്ഥ ഇതിനകത്തുണ്ട്. കാരണം ആദ്യം മുതൽ അമ്മ എടുത്തൊരു നിലപാട്, അതിനകത്ത് ചില ആൾക്കാർ സപ്പോർട്ട് ചെയ്തത്, ചിലവര് അമ്മ പിരിച്ചുകൊണ്ടെന്ന് പറഞ്ഞ എന്റെ സുഹൃത്തുടെ ഗണേഷ് കത്ത് കൊടുത്തിട്ട് രണ്ടാമത് വീണ്ടും മലക്കം പറഞ്ഞു വന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ട് അമ്മയിലെ തന്നെയുള്ള ചില സിദ്ദിഖിനെ പോലെ ആൾക്കാരൊക്കെ ദിലീപിനെതിരെ ഇറങ്ങിയ പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ പിന്നെ ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂ ഒക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ചില ആളുകളുടെ മുഖം കൂടെ പോവും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവർ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇവരാരും സപ്പോർട്ട് ചെയ്യില്ല. ഇവർ തിരിഞ്ഞു പോലും നോക്കൂല. എനിക്കറിയാം വേറെ ഏതെങ്കിലും നടനായിരുന്നു ഇത് സംഭവിച്ചിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൃത്യത്തിൽ ഏർപ്പെട്ടിരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന താരങ്ങൾ ആരും ഉണ്ടാവില്ല. ഇത് ഉദാഹരണമാണല്ലോ ആക്രമിക്കപ്പെട്ട നടിക്ക് വേണ്ടി ആരും സംസാരിക്കുന്നില്ല എന്നുള്ളത്. എന്തോ കേട്ടില്ല. അതിനുദാഹരണമാണല്ലോ ആക്രമിക്കപ്പെട്ട നടിക്ക് വേണ്ടി ഇവിടെ ആരും സംസാരിക്കുന്നില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിനുദാഹരണം തന്നെയാണത്. ആക്രമിക്കപ്പെട്ട നടിക്ക് വേണ്ടി ആരും ഒന്നും മിണ്ടുന്നില്ല. അന്നൊരു മെഴുതിരിയെ കത്തി വെച്ച് എല്ലാവരും കള്ളക്കണ്ണീരും പൊഴിച്ചിട്ട് പോയതല്ലാതെ ഒരൊറ്റ മനുഷ്യൻ മിണ്ടിയിട്ടില്ല. ആകെപ്പെടെ പ്രസ്താവന ഇറക്കുന്നത് എങ്ങനെയാ? 4-5 മാസം കഴിഞ്ഞിട്ട് ഇപ്പോ കഴിഞ്ഞ ആഴ്ചയാണ് ഒരു പ്രസ്താവന ഇറക്കുന്നത്, ഞങ്ങളെ ഇരയോടൊപ്പം ഉണ്ടെന്ന്. അതിനെതിരെ അതിനു മുമ്പ് എന്തായിരുന്നു? ആ കുട്ടിയെ പരിഹസിക്കല്ലായിരുന്നു. ഈ സംഭവം നടന്ന് അവരെ പരിഹസിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു നാണക്കേടാക്കുന്ന ലൈനിലാണ് കുറെ ആളുകൾ നടന്നത്. ഇതൊന്നും ഞാൻ പറഞ്ഞു, ഇതൊന്നും കേരള സമൂഹത്തിന് ചേർന്ന ഒരു പ്രവൃത്തിയേ അല്ല. സിനിമയെ കൊണ്ട് മാറ്റി നിർത്താം, അല്ലാതെ സിനിമയ്ക്കൊന്നും ഈ പറഞ്ഞ പോലെ മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മലയാള സിനിമ ശുദ്ധീകരിക്കത്തേ ഉള്ളൂ. ഈ ഒരു സംഭവം കൊണ്ട് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ശുദ്ധീകരണം നടക്കും. ഇപ്പൊ ബഷീർക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ 4 സംവിധായകരുടെ സിനിമ ഇപ്പോഴും വിലക്ക് നിർത്തിയിരിക്കുന്നു. അന്ന് പിന്നെ മന്ത്രി ശ്രീ A.K. ബാലന്റെ അധ്യക്ഷതയിൽ ചേർന്ന അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ടിലെ മീറ്റിംഗിന് ഞാനും പോയിരുന്നതാണ്. ശ്രീ ബഷീർക്ക ഉണ്ടായിരുന്നു. അന്നൊരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞാനാണത് ആദ്യം ഉന്നയിച്ചത്, ഈ വിലക്കുകളും പ്രശ്നങ്ങളും ഒക്കെ മലയാള സിനിമയിൽ നിന്ന് മാറിയിരുന്നെങ്കിൽ മലയാള സിനിമ രക്ഷപ്പെടൂ എന്നൊരു ആശയം ഞാനാണ് ആദ്യം മിനിസ്റ്ററോടെ പറയുന്നത്. അത് പറഞ്ഞതിന് ശേഷം അന്ന് മിനിസ്റ്റർ തന്നെയാണ് പറഞ്ഞത്, ആ മാതിരിയുള്ള പ്രവർത്തികളൊന്നും കൊണ്ട് ആരും നടക്കണ്ട, ഇനി മേലാൽ ഒരു വിലക്കും ഉണ്ടാവില്ല എന്ന്. എന്നിട്ടാണ് ഇപ്പൊ അൻവർ റഷീദിന്റെയും അമൽ നീരദിന്റെയും ഒക്കെ സിനിമ ഇവരെ പ്രദർശിപ്പിക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആരോടാണ് ഇവർ പറയുന്നത്? ഈ മുഷ്ടി ചുരുട്ടി ആരോടാ കാണിക്കുന്ന? ഈ മുഷ്ടി ചുരുട്ടി ഇനിയിപ്പോ വേറെ കാര്യമുണ്ട്, ഇവർ ഈ മുഷ്ടി എല്ലാം ചുരുട്ടി കഴിയുമ്പോൾ ബാക്കി നിൽക്കുന്ന ഒരു വലിയ വിഭാഗം സിനിമാക്കാരും പൊതുജനങ്ങളും ഒക്കെ ഉണ്ട്, എല്ലാവരും ഒരുമിച്ചൊരു മുഷ്ടി ചുരുട്ടി കിട്ടും. അന്ന് പിന്നെ ഇതൊന്നും പുറത്ത് കാണൂല. അതാണ് അവസാനം സംഭവിക്കാൻ പോണത്. അവിടെയാണ് ഞാൻ തിരികെ എത്താം. ശ്രീ ലിബർട്ടി ബഷീർ, വില കൊടുത്ത് ഈ വിധത്തിൽ എത്തരത്തിൽ വേണമെങ്കിലും അനുകൂലമായ പോസ്റ്റുകൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അനുകൂലമായി ഉന്നതരെ കൊണ്ട് സംസാരിപ്പിക്കുകയോ നിർമ്മാതാക്കളായാലും വലിയ താരങ്ങളായാലും അവരെ പേടിപ്പെടുത്തി നിർത്തുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ജനപ്രിയൻ എന്ന ആ ഒരു പേര് തിരികെ കിട്ടും എന്ന് ഏതെങ്കിലും തരത്തിൽ ദിലീപിന് പ്രത്യാശിക്കാനാകുമോ? നല്ല സബ്ജക്റ്റ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നല്ല സബ്ജക്ട് നല്ല കഥനം കെട്ടിക്കിട്ട് പടം ഒരു കാര്യം മനസ്സിലാക്കുന്നത്, സിനിമ നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ അവിടെ ഈ സബ്ജക്റ്റും സിനിമയിൽ ബാധിക്കില്ല. സിനിമ നല്ല സബ്ജക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ ദിലീപ് അഭിനയിച്ച വീണ്ടും പടം ഓടിയിരിക്കും. അത് നമുക്ക് ഒരു കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് പടത്തിന്റെ ആശ്രയിക്കും. ഇവിടെ നേരത്തെ ബിജു പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കോ, ഭയപ്പെടുത്തിയിട്ടാണ് പല ആൾക്കാരെ കൊണ്ട് ബസ്സാക്കുന്നത്. അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് അടൂർ ഗോപാലകൃഷ്ണൻ സാറ്. അദ്ദേഹം കോഴിക്കോട് വെച്ചിട്ട് പറഞ്ഞ ഈ ദിലീപിന് പ്രമുഖ നടനായാലും അദ്ദേഹം പറഞ്ഞ ഈ നടനിൽ വേറൊരു മുഖം കണ്ടിട്ടാന്ന് പറഞ്ഞത്. ഈ വ്യക്തി കോഴിക്കോട് വെച്ചിട്ട് പറഞ്ഞത് എത്ര പ്രമുഖനായാലും അറസ്റ്റ് ചെയ്യണം, ഇത് നീതി പിന്നെ അന്യായമായിട്ട് പറഞ്ഞ് ചെയ്യാൻ പാടില്ല, നീതി നടപ്പിലാക്കുന്ന പറഞ്ഞ അതേ വ്യക്തി തിരുവനന്തപുരത്ത് എത്തിയിട്ട് വേറെ പ്രസ്താവന കൊടുക്കുന്നത്. അപ്പൊ അവിടെയാണ് പല ആൾക്കാരുടെ ഭീഷണിയാണ് പോകുന്നത്. ഒരു വിഭാഗം കുറഞ്ഞ 4-5 ആൾക്കാരാണ് ഇതെല്ലാം കളിക്കുന്നത്. ഈ പൊലീസിന്റെ ഭാഗത്തുനിന്നും ഡിസ്ട്രിബ്യൂഷന്റെ ഭാഗത്തുനിന്നും 4-5 ആൾക്കാരുണ്ട്. അതിന് രണ്ടാമത്തെ ഒരു ഉദാഹരണം പ്രബീഷ് ഠാക്കൂറിന്റെ പാവപ്പെട്ട ഒരു വക്കീലാണ്. അയാൾ ഇന്നുവരെ ഒരു തെറ്റായ കേസിൽ ഞാൻ ഹാജരായെന്ന് കേട്ടിട്ടില്ല. അദ്ദേഹത്തെ കൊണ്ട് ചാടിച്ചത് ഈ ഏതെങ്കിലും വിഭാഗങ്ങളൊക്കെ ആയിരിക്കും, ദിലീപിന്റെ ഭാഗത്തായിരിക്കും. പൾസർ സുരി എന്ന വ്യക്തിക്ക് ഒരിക്കലും പ്രബീഷ് ഠാക്കൂറിനെ അറിയില്ല.
അദ്ദേഹം ഈ ഒഴിവിക്കുകയാണ്. ഇപ്പൊ അയാളുടെ എന്തെങ്കിലും അറസ്റ്റ് ചെയ്തെങ്കിൽ അയാളുടെ കുടുംബം നഷ്ടപ്പെട്ടു, അയാളുടെ സ്ഥലത്ത് നഷ്ടപ്പെട്ടു, എന്തെല്ലാം നൂലാമലകളെ അയാളെ കൊണ്ട് ചാടിച്ചിട്ടത്. ഇതെല്ലാം ഒരു കുറഞ്ഞ ഒരു വിഭാഗം ആൾക്കാരാണ് ഇന്ന് ഇൻഡസ്ട്രിയിൽ എല്ലാം ഉണ്ടാക്കുന്നത്. അത് സഹായിക്കാൻ വേണ്ട അമ്മയിലുണ്ട്, ഫെക്കയിലുണ്ട്, പ്രൊഡ്യൂസേഴ്സുണ്ട്, എല്ലാ ആൾക്കാരാണ്. ശ്രീ ബൈജു കൊട്ടാരകര, ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോഴല്ല, ആദ്യം മുതൽക്കേ തന്നെ മറിച്ചുള്ള സ്വരങ്ങളുണ്ട്. ഇവിടെ ശ്രീ ലിബർട്ടി ബഷീർ സൂചിപ്പിച്ചത് ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. അതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ സിനിമാ മേഖല ഓർമ്മിക്കേണ്ടതും. അങ്ങനെ ഉയരുന്ന മറു ശബ്ദത്തെ അത് കൂടുതൽ ശക്തിപ്പെടുത്താൻ അത് ഇവിടെ ഒരു ചെറുത്തുനിൽപ്പായി ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യമൊന്നുമില്ലേ? സാഹചര്യമുണ്ട്, പക്ഷെ അതിനോട് സഹകരിക്കാൻ ആൾക്കാർ തയ്യാറല്ലെന്നുള്ളതാണ് സത്യം. ഈ സഹകരണം വരാത്തതിന്റെ കാരണവും ഇത് തന്നെയാണ്. ഈ ചില ആളുകൾ മാത്രം കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ടാണ്. അല്ലാതെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ദിലീപ് തന്നെ ആദ്യം മുതൽ തന്നെ ഈ ഇൻഡസ്ട്രിയിൽ ഒരു ആർട്ടിസ്റ്റായിട്ട് വന്നു കഴിഞ്ഞിട്ട് പുള്ളി വളർന്നു വരുന്നതിലൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു പുള്ളി വളർന്നു വരുന്നതിൽ. എങ്ങനെ എവിടെയെങ്കിലും വളർന്നു വന്നോട്ടെ, പക്ഷേ കയ്യിരിപ്പ് വന്നവണെന്ന് മാത്രമേ ഉള്ളൂ. ഈ ചെയ്തുകൊണ്ടുവന്ന കാര്യങ്ങളിൽ ഇവിടെ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ പിടിക്കുന്നു, തിയേറ്ററുകളുടെ അസോസിയേഷൻ ഉള്ള അസോസിയേഷൻ പിരിച്ചു വിട്ടിട്ട് അത് കൈപ്പിടിയിലാക്കുന്നു, നിർമ്മാതാക്കൾ അസോസിയേഷൻ കൈപ്പിടിയിലാക്കുന്നു. നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മാക്രാ ഫെഡറേഷൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സംഘടന, ടെക്നീഷ്യൻ സംഘടനയെ പിളർത്തി അത് അയാളുടെ സൗകര്യത്തിനനുസരിച്ച് അയാളുടെ ഇംഗിതം പാടുന്ന അതിനകത്തുകൊണ്ട് ക്രിമിനലുകൾ, ആ പുണ്യൊക്കെ അതിലെ ക്രിമിനലാണ് അയാളാണ്. പിന്നെ അതിനകത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അപ്പുണ്ണിയുടെ പേര് സുനിൽ രാജൻ എന്നാണ്, അവരെ മെമ്പർഷിപ്പ് ഉള്ള ആളാ. അങ്ങനെ അവരുടെയൊക്കെ മെമ്പർഷിപ്പ് ഉള്ള ആൾക്കാരെയൊക്കെ വെച്ച് അതിൽ നിന്ന് തന്നെ ഈ ക്രിമിനലുകളെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാ പരിണത ഫലമാണ് ഇപ്പൊ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ ആർക്ക് സിനിമ ചെയ്യാനോ അല്ലെങ്കിൽ വരുന്നവർക്ക് സിനിമ സുഗമമായിട്ട് ചെയ്യാനോ അതിലുള്ള ആളുകളുടെ പിന്നെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനോ ഒക്കെ ആ ഇൻഡസ്ട്രിക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യതയൊക്കെ മറന്നിട്ടാണ് ഈ മാതിരിയുള്ള ഒരു ഗ്രൂപ്പിന്റെ കയ്യിലേക്ക് സിനിമ കൊണ്ടുപോയിട്ട് സിനിമ പിടിച്ചടക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ സിനിമ പിന്നെ പിടിച്ചെടുക്കാൻ ശ്രമം നടത്തുമ്പോൾ ബാക്കിയുള്ളവരത് പ്രതികരിക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ? ആരെങ്കിലും വെറുതെ മിണ്ടാതിരിക്കൂ? അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തായാലും സിനിമയ്ക്കകത്തൊരു ശുദ്ധീകരണം ഉണ്ടാവും. അതിനുള്ള തുടക്കം തുടങ്ങിക്കഴിഞ്ഞു. ആൾക്കാരെല്ലാം പല സ്ഥലത്തും തുടക്കം തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന സ്ത്രീകളായാലും അവരുടെ ഒരു സുരക്ഷിതത്വം, അതേപോലെ സിനിമയിലുള്ള ഒരു തൊഴിലുറപ്പ്, ഇതിനൊക്കെ ഗവൺമെന്റ് ഒരു സമഗ്രമായ നിയമം കൊണ്ടുവരണമെന്ന് പല പ്രാവശ്യമായിട്ട് പറയുന്നതാണ്. ഈ നിയമം കൊണ്ടുവരണം. ഇത് ഗവൺമെന്റ് അധീനതയിൽ വരട്ടെ. ഇതിന്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈവൻ അവസാനം സിനിമ റിലീസിംഗ് വരെയുള്ള കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് ഒരു മോണിറ്ററിംഗ് വരട്ടെ. ആ മോണിറ്ററിംഗ് വന്നാൽ ഇതിനെല്ലാം ഒരു അന്ത്യം ഉണ്ടാവും. എവരുടെ ഈ സ്റ്റാർഡം അല്ലെങ്കിൽ എവരുടെ ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ബൂമിംഗ് ഉണ്ടല്ലോ, ആ ബൂമിംഗ് എല്ലാം അവസാനിപ്പിക്കാൻ ഗവൺമെന്റും കൂടെ വളരെ ശക്തമായിട്ട് വിചാരിച്ചെങ്കിലേ നടക്കുള്ളൂ. അതിനാണ് നിയമനിർമ്മാണം വേണമെന്ന് പറയുന്നത്. ആദ്യം മുതലേ പറയുന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതാ. വളരെ നന്ദി ശ്രീ ബൈജു കൊട്ടാരക്കര ഈ അവസരത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന്. ശ്രീ ആലപ്പി അഷ്റഫ് കൂടി ഞങ്ങളോടൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ആലപ്പി അഷ്റഫ്, ഈ ഒരു വിഷയത്തിൽ നമ്മൾ കണ്ടതാണ് ആദ്യഘട്ടത്തിൽ പലരുടെയും മൗനം ഒരുപക്ഷെ ഇതിലൊരു സ്ഥിരീകരണം വരാത്തത് കൊണ്ടാണോ എന്നൊക്കെ പുറത്തു നിന്നുള്ളവർ, അകത്തു നിന്നുള്ള താങ്കൾ അടക്കമുള്ളവർക്ക് ഇതിന്റെ യാഥാർത്ഥ്യമൊക്കെ അറിയാമായിരിക്കും. പുറത്തു നിന്നുള്ളവർക്ക് ആ വിധത്തിലുള്ളൊരു പ്രതീതി ഉളവായിരുന്നു. എന്നാൽ അറസ്റ്റിലായി പിറ്റേ ദിവസം മുതൽക്കേ തന്നെ നിരവധി ഈ ദിലീപിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉള്ള വിഷയങ്ങളിൽ പ്രതികരിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു, സജീവമായി തന്നെ. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും അല്ലാതെയും. പക്ഷേ അതിനിപ്പം ഇന്നിപ്പോൾ കാര്യങ്ങൾ വായിച്ചെടുക്കുമ്പോൾ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അതിന് കൃത്യമായ സ്ഥിരീകരണം വരികയാണ്. അതായത് ഒന്ന്, ദിലീപിനെ പുറത്തിറക്കുക, സ്വാഭാവികമായും ഒരു ജാമ്യത്തിലെങ്കിലും പുറത്തിറങ്ങിയാൽ കുറ്റക്കാരനല്ലല്ലോ എന്ന തരത്തിലൊരു പ്രതീതി ഉറവാക്കാനുള്ള എല്ലാ പ്ലാറ്റ്ഫോമും നിലവിൽ ചെയ്തിടുക. അത് ഒരു കൂട്ടം നിർമ്മാതാക്കളും അതിന് പിന്നിലുണ്ട്. നഷ്ടം അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ പുറത്തിറങ്ങാതിരിക്കുന്നുള്ള നഷ്ടം മാത്രമാണ് ഇതിനൊക്കെ പിന്നിലെന്ന് കരുതുന്നുണ്ടോ? ഇത് ഇപ്പൊ ഒരു കൂട്ടായ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പക്ഷം ചേർന്ന്. കാരണം അതിനെ സോഷ്യൽ മീഡിയ തൊട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പൊ ഒരു ഗ്രൂപ്പിനെ അവരെ ഉണ്ടാക്കിയെടുക്കും, സ്വാഭാവികമാണത്. അവര് എതിർക്കുമ്പോൾ അവരും ശരിയാവാൻ വേണ്ടി ശ്രമിക്കുന്നത് മനുഷ്യ സഹജമാണ്. പക്ഷെ അവർ വളരെ എല്ലാ ഹീനമായ ഇപ്പൊ സീരിയൽ നടിയെ മടിമാരെ തെറി പറയാൻ ഇറക്കി വിടുക, അപ്പൊ അവരുടെ ഭാര്യമാരെ പറയാൻ ഇറക്കി വിടുക, ഇങ്ങനെയൊക്കെയുള്ള നീചമായ പ്രവൃത്തി തൊട്ട് പല നിയമപരമായ ഒരുപാട് കാര്യങ്ങളിലൂടെയും അവർ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം എന്റെ അഭിപ്രായത്തിൽ, എന്റെ ധാരണയിൽ, ഞാൻ ഇത് മനസ്സിലാക്കിയെടുത്തോളം കാലം ഇതെല്ലാം വെറുതെ പോകത്തേ ഉള്ളൂ. ഇനി 90% പേരും ഇതിന് അനുകൂലമായിട്ട് നിന്ന് ആ ഗ്രൂപ്പിന്റെ കൂടെ നിന്നാലും 10% ഉറച്ചു നിന്നാലുണ്ടല്ലോ, ഇത് 100% ഇത് തെളിഞ്ഞിരിക്കും. ഈ കേസിന് ശിക്ഷയും വാങ്ങിയിരിക്കും. ഇപ്പൊ തന്നെ ജാമ്യം കിട്ടും എന്നുള്ളൊരു ധാരണ വന്നപ്പോഴാണ് ഇവരെല്ലാം കൂടെ ഇളകിയത്. ഒരിക്കലും കിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇതുപോലത്തെ കേസ്
ഈ ഒരാള് ഒളിവിൽ പോയിരിക്കുന്നു. രണ്ടുപേരെ പിടികിട്ടാനുണ്ട്. ഇനി ഒരുപാട് ഇവരുടെ കയ്യിൽ പിന്നെ എന്താ പറയുന്നത് ഇവരുടെ തെളിവുകളുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇയാൾ അറിയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ മാറ്റി മറിച്ചിട്ടും പിന്നെയും ഇവരൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ വളരെ സങ്കടമാണ് തോന്നുന്നത് ഇതിനു വേണ്ടി നിൽക്കുന്നത്. പക്ഷെ ഇപ്പം കോടതികളെല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് പോകുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ. അതുകൊണ്ട് യാതൊരു കാരണവശാലും ജാമ്യം കിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ ചിലപ്പോ ഇവര് കുറെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇതെല്ലാം സബ്മിറ്റ് ചെയ്ത ശേഷം, കുറ്റപത്രം സബ്മിറ്റ് ചെയ്ത ശേഷം കിട്ടുമെന്ന് ചിലപ്പോൾ തോന്നാം. പക്ഷെ അതും പോലും കിട്ടാൻ സാധ്യത കുറവാണ്. അങ്ങനെ പോലും അത് വളരെ വളരെ സാധ്യത കുറവാണ്. പിന്നെ അതില് അഥവാ ഇനി കൊടുത്താൽ പോലും അതിന്റെ മേൽക്കോടതിയിലൊക്കെ ഉണ്ടല്ലോ, അതിൽ പോകാനൊക്കെ ആളുകളുണ്ടാവും ജാമ്യം കട്ടിയാൻ വേണ്ടി. അങ്ങനെ വന്നാൽ പോലും ദയവായി തുടരുക ശ്രീ ആലപ്പി അഷ്റഫ്. ശ്രീ ലിബർട്ടി ബഷീർ, ഒരു കാര്യം നമ്മൾ വലിയ ഗൗരവത്തോടു കൂടി തന്നെ പരിശോധിക്കേണ്ടത്, ഇപ്പോൾ ദിലീപ് വിഷയം അതെങ്ങനെ പോയാലും അതിന്റെ ഭാവി എന്തായാലും, ദിലീപ് പുറത്തിറങ്ങുകയോ കേസിൽ ശിക്ഷിക്കപ്പെടുകയോ എന്തായാലും ഈ സിനിമാ ഇൻഡസ്ട്രിക്കുള്ളിൽ ഇങ്ങനെ അപകടകരമായ ഒരു അവസ്ഥയുണ്ട്. അവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾ ഒട്ടും സുരക്ഷിതരല്ല എന്ന് പറയുമ്പോൾ അതിനും അപ്പുറത്തേക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഇത്രയും വളരെ ആക്റ്റീവായി അല്ലെങ്കിൽ പുതുതലമുറ സംവിധായകർ മാറ്റി നിർത്തപ്പെടുന്നത്, അവരുടെ സിനിമകൾ മാറ്റി നിർത്തപ്പെടുന്നത് പോലെയുള്ള പോക്കലുകൾ പോലും നടക്കുന്നുണ്ട് എന്നുള്ള അവസ്ഥയൊന്നും അവസാനിക്കുന്നില്ല. അതേക്കുറിച്ച് ഗൗരവതരമായി ആ വിഷയത്തിൽ കൂടി ഒരു ഇടപെടൽ, സിനിമാ ഇൻഡസ്ട്രിയിൽ അത്തരം കാര്യങ്ങളിൽ കൂടിയുള്ള ഇടപെടലിന്റെ സൂചനകൾ കൂടി അവസാനിപ്പിച്ചുകൊണ്ടായിരിക്കില്ലേ അങ്ങനെയെങ്കിൽ ഈ കാര്യം നീങ്ങേണ്ടത്? ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കും. കഴിഞ്ഞ ജാനുവരിയിൽ പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം വകുപ്പ് മന്ത്രി ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു എല്ലാ വിഭാഗത്തിനും ആൾക്കാരും. അന്ന് അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് റെഗുലേറ്ററി കമ്മിറ്റി. നമുക്ക് അന്ന് നമ്മുടെ സമരകാലത്തും നമുക്ക് തന്ന വാക്ക് 2-3 മാസം കൊണ്ട് പരിഹാരം കാണുന്നതാണ്. അന്നത്തെ മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി ഉറപ്പായിട്ട് പറഞ്ഞത് 3 മാസം കൊണ്ട് റെഗുലേറ്ററി കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. ഇന്ന് അത് പത്രങ്ങളിൽ കള്ളാസിട്ട് ഒതുങ്ങിയിട്ട് ഇന്ന് റെഗുലേറ്ററി കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവിടത്തേക്ക് നമുക്കൊരു ഇടയുണ്ട്. പോയി ഒരു കംപ്ലൈന്റ് പറയാൻ വേണ്ടി ഗവൺമെന്റിന്റെ കയ്യിൽ മലയാളം ഇൻഡസ്ട്രി ഒരു കൺട്രോൾ ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ റെഗുലേറ്ററി കമ്മിറ്റിയിൽ കംപ്ലൈന്റ് ചെയ്താൽ അവിടെ പരിഹാരം കാണും. ഇവിടെ പരിഹാരം കാണാൻ നമ്മുടെ നാല് വിഭാഗത്തിലുണ്ടായിരുന്നു. പ്രൊഡ്യൂസേഴ്സ് ഒരു ഭാഗം, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒരു ഭാഗം, ഡയറക്ടർ ഒരു ഭാഗം, അമ്മ ഒരു ഭാഗം. അപ്പൊ അതിന് ആ റെഗുലേറ്ററി കമ്മിറ്റി വരാതിരിക്കാൻ വേണ്ടി ഈ അമ്മയും തെർക്കയും പ്രൊഡ്യൂസേഴ്സിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ആൾക്കാർ ഏറ്റവും ശ്രമിക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ ഇവരെ കൊള്ളതായ്മ നടക്കാൻ പറ്റില്ല. ഇവരെ എല്ലാ അഹങ്കാരവും തീരാൻ കൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണ്ടേ. ഈ ഗവൺമെന്റ്, നിങ്ങളുടെ ഗവൺമെന്റ് ഏതായാലും ഈ ഗവൺമെന്റിലേക്ക് നിന്നും ഒരു പെട്ടെന്ന് റെഗുലേറ്ററി കമ്മിറ്റി രൂപീകരിച്ചാൽ ഇതിന്റെ ഒരു പരിഹാരം കാണും. ഇത് രണ്ടാമത്തെ കാര്യമാണ്. ഇത് പിന്നെ പഴയ മാറി സിനിമന്റെ ക്യാപ്റ്റൻ ഒരു പടത്തിന്റെ ഡയറക്ടറാണ്. ഇന്ന് നടക്കുന്നത് ആ ഡയറക്ടറുടെ കയ്യിൽ നിന്ന് പോയി ഇത് ആർട്ടിസ്റ്റിന്റെ കയ്യിലേക്ക് സിനിമ പോയി. പണ്ട് കാലങ്ങളിലും ഡയറക്ടർ ഒരു പറഞ്ഞാൽ ആ ലൊക്കേഷനിൽ അതിന്റെ കൺട്രോൾ കംപ്ലീറ്റ് ഡയറക്ടർ ചെയ്തിട്ടുണ്ട്. ഒന്നും സംഭവിക്കില്ല. അവരാണ് ക്യാപ്റ്റൻ. അവർ പറയുന്നത് എന്താ അനുസരിക്കുന്നു. ഇന്ന് ക്യാപ്റ്റൻ മാറിയുണ്ട്. ക്യാപ്റ്റൻ പ്രമുഖ നടന്മാരെന്ന് അതിന്റെ ഏത് പടത്തിൽ അഭിനയിക്കുന്ന സാറ് അവരാണ് ക്യാപ്റ്റൻ. അപ്പൊ അവർ പറയുന്നത് അവരുടെ മുമ്പിൽ നമ്മൾ ഡയറക്ടർ തലവലിക്കേണ്ടി വരുന്നു. പണ്ടൊക്കെ ഈ പഴയ തലമുറയിലെ എല്ലാം ജോഷിയേട്ടൻ, ഐ വി ശശി, പ്രിയദർശൻ, ഫാസി അവരെല്ലാം ലൊക്കേഷനിൽ ഇങ്ങനത്തെ ഒരു ഗുണ്ടായത് നടന്നിട്ടില്ല, നടക്കാൻ സമ്മതിക്കില്ല. ഇന്ന് അത് വിട്ടിട്ട് ഇന്നിപ്പം സൂപ്പർ സ്റ്റാറുകളുടെ കയ്യിലേക്ക് സിനിമ പോയോ അതോടുകൂടിയാണ് ഈ ഇൻഡസ്ട്രിയിലെ ഈ മാതിരിയുള്ള കുഴപ്പങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം സിനിമ വീണ്ടും ഡയറക്ടറുടെ കയ്യിലേക്ക് പോകണം, റെഗുലേറ്ററി കമ്മിറ്റി ഉണ്ടാകണം. അപ്പൊ രണ്ടൊന്ന് ഒരുവിധം ഈ അനാശാസ്ത്രം തീരും എന്നാണ് എന്റെ വിശ്വാസം. വളരെ കൃത്യമായ ഒരു പോയിന്റ് കൂടിയാണ് താങ്കൾ പറഞ്ഞത്. ശ്രീ ആലപ്പി അഷ്റഫ്, മറ്റൊരു നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവവുമായി ബന്ധപ്പെട്ട അതിന്റെ കേസിൽ ഇപ്പോൾ ഒരാൾ പിടിയിലായിട്ടുണ്ട്. അതിന്റെ കേസുകളുമായ കാര്യങ്ങൾ മുൻപോട്ട് പോകുകയാണ്. താങ്കൾ ആണ് അതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത്. ഒരുപക്ഷെ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ, ഇതിപ്പോൾ അങ്ങനെ ഒരു സംഭവം പുറത്തു വന്നിട്ടുണ്ട്. നമുക്കറിയാം പല വിഷയങ്ങളിലും ഇനിയും പുറത്തു വരാത്ത പല സംഭവങ്ങളും ഉണ്ട്. ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ കൂടി ഗൗരവതരമായി കാര്യങ്ങൾ പോകേണ്ട ഒരു സാഹചര്യമാണോ? അതെ, ഈ 3 സംഘടനകളാണല്ലോ പ്രധാനപ്പെട്ടത്. അതായത് ടെക്നീഷ്യന്മാരുടെ സംഘടന, പ്രൊഡ്യൂസർമാരുടെ പിന്നെ നിർമ്മാതാക്കളുടെ സംഘടന, പിന്നെ അമ്മ. അത് 3 പേരെ വെച്ചുള്ളൂ. അതില് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ പ്രസിഡന്റാണ് നമ്മുടെ സുരേഷ് കുമാർ. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കാണ് ഈ മേനകയെ ഇതെല്ലാം പേപ്പറിലുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉണ്ടായി കഴിഞ്ഞു. അടുത്ത വരുന്ന ഒരു യുവ സംവിധായകന്റെ ഭാര്യയ്ക്കും ഇത് പ്ലാൻ ചെയ്തിരുന്നു. അപ്പൊ പെസ്കയിലെ മെമ്പർ ആയിരിക്കും അദ്ദേഹം.
പിന്നെ വരുന്ന ഈ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞിന് അത് അമ്മയുടെ ഇതാണ്. അപ്പൊ എല്ലാ സംഘടനകൾക്കും ആളുകൾക്കും ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഇവരെല്ലാം കൂടെ ശക്തമായിട്ട് നിൽക്കാത്തത് എന്താണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇപ്പോഴും. പിന്നെ കുറ്റവാളിയായി തെളിയുന്നത് വരെ എന്ന് പറഞ്ഞാൽ പൾസർ തുനിക്കും അത് തന്നെ കൊടുക്കണം നമ്മൾ. ശരിക്കും അയാളും ആര് കണ്ടിരിക്കുന്നു, ആരെങ്കിലും കണ്ട ഈ പറയുന്നവരാരെങ്കിലും ഈ ചെയ്യുന്നതൊക്കെ കണ്ട അവര് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ പോലെ ഉള്ളു. മനസ്സിലായില്ലേ? അപ്പൊ അത് എല്ലാവർക്കും കൊടുക്കേണ്ട സംഭവമാണ് അത്. നമുക്ക് തെളിവോടെ അല്ലാതെ ഒരു ഇതുപോലത്തെ സെലിബ്രിറ്റിയെ പോലീസ് പിടിക്കുമെന്ന് വിശ്വസിക്കുന്നവരെ തന്നെ നമ്മൾ ആദ്യം പറയാം. അയാൾക്ക് എന്ത് വൈരാഗ്യവും, ഗവൺമെന്റിന് വൈരാഗ്യമില്ല, ആൾക്കാർക്ക് വൈരാഗ്യമില്ല, ആർക്കും വൈരാഗ്യമില്ല. ഈ ഒരു സംഭവത്തിൽ അദ്ദേഹം ചെയ്യുന്ന സ്വഭാവക്കാരനുമാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം പറയുന്ന ആദ്യം തൊട്ട് കള്ളത്തരമാണെന്നും എല്ലാവർക്കും അറിയാം. ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. ഇത്രയൊക്കെ തെളിവുകൾ ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഓരോ വീടെടുത്താലും അവിടുത്തെ സ്ത്രീകൾ മുഴുവൻ ഒപ്പം നിൽക്കുകയാണ് ഇതിനകത്ത്. ഈ പീഡനത്തിനിരയായ കുട്ടിയോട് ആണെങ്കിൽ ഇനി ഒരു കാര്യം പറയാം. ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ വരുന്നു. ഈ സോഷ്യൽ മീഡിയക്കാരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവര് ഇങ്ങനെ വെച്ചിരിക്കുന്ന അവരുടെ പൈസ ഉണ്ടാക്കുന്ന വരുമാനം. ഇപ്പൊ ഞങ്ങളൊരു പടം റിലീസ് ചെയ്യണമെങ്കിൽ ഈ സോഷ്യൽ മീഡിയക്കാരുടെ നമ്മൾ പറയും ഈ പടത്തിന് പ്രൊമോഷൻ വേണം എന്ന് പറയും. ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത് അവർക്കിപ്പോ ഞാനിപ്പോ ഒരു ചെറിയ ഉദാഹരണം പറയും. ഇപ്പൊ പരീത് പണ്ടാരി എന്നൊരു പടം ഇപ്പൊ റിലീസ് ചെയ്ത് ആ പടം നന്നായിട്ട് ഓടിയില്ല. അതിന്റെ പ്രൊഡ്യൂസറും ഞാനും കൂടി ഇരുന്നാണ് ബാക്കി കാര്യമെല്ലാം ഓപ്പറേറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ കണ്ടതും അനുഭവിച്ചതുമായി ഞാനാണ് അതിന്റെ തിയേറ്ററും ബാക്കി കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തത്. അവർക്ക് റിലീസിന്റെ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് കൊടുത്തത് ഞാനാണ്. അപ്പൊ എനിക്കത് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം. ആ പടത്തിന് നമ്മൾ കൊടുക്കുന്നു, പ്രൊമോഷന് വേണ്ടി ഇവരെ സമീപിക്കുന്നു സോഷ്യൽ മീഡിയ ഗ്രൂപ്പിനെ. അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾക്കൊരു അസോസിയേഷൻ ഉണ്ട്, 10-30 പേര് അതിനകത്തുണ്ട്. ആ 30 പേർക്ക് ഞങ്ങൾ പൈസ കൊടുക്കും. അപ്പൊ അവര് ചെയ്യുന്ന എന്താണ്, ഇതിനെതിരെ വരുന്ന എല്ലാ അപ്പൊ കട്ട് ചെയ്യും. പടം മോശമാണെന്ന് എഴുതുന്നതൊക്കെ ആ സ്പോട്ടിൽ കട്ട് ചെയ്യും. പടത്തിന്റെ നല്ലത് അവരെ എഴുതി ഉണ്ടാക്കി ഇട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. കാരണം പ്രൊമോഷൻ നടക്കും. അത് അവരുടെ തൊഴിലാണ്, അവരത് ചെയ്യും. അപ്പൊ അതിന് നമ്മൾ അന്ന് 80,000 രൂപയാണ് അവർക്ക് പേയ്മെന്റ് കൊടുത്തത്. അവർ അസോസിയേഷനിൽ കിട്ടി അവർക്കെല്ലാം വീതിച്ച് 10,000, 15,000 കിട്ടിയോളും. ഇത് തന്നെ തമിഴ്നാട്ടിലുണ്ട്. അവിടെ ചെന്നാൽ ലക്ഷങ്ങളായിട്ട് മാറും. അപ്പൊ ഇവിടെ നിന്ന് തന്നെ പോയി ചെന്നൈയിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് ഇത്. കാരണം തമിഴ് പടത്തിലൊക്കെ 10 ലക്ഷം 20 ലക്ഷമൊക്കെയാണ് കൊടുക്കുന്നവര് ഈ പ്രൊമോഷന് വേണ്ടി. അപ്പൊ അത് വ്യാപകമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിന് ഏറ്റവും ബന്ധപ്പെട്ട ആളുകളാണല്ലോ ദിലീപിന്റെ ഗ്രൂപ്പൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ ഏത് സ്ഥാനത്തെ പ്രൊമോട്ട് ചെയ്യണം. അവർക്കൊന്നും ഈ ചെയ്യുന്നവരൊന്നും ഇതിനെ അനുകൂലിക്കുന്നവരല്ല. അത് അവരുടെ രസം. അത് അവരുടെ ഒരു ജോലിയായിട്ട് ചെയ്യുന്നേ ഉള്ളൂ. അവർക്കും അറിയാം ഇവൻ ചെയ്തത് തെറ്റാണ് ശരിയാണെന്നൊക്കെ അവർ അറിയാവുന്ന ആളുകളാണ്. ഇത് അവരുടെ ഒരു ജോലി ചെയ്യുന്ന പോലെ കാശ് വാങ്ങിച്ച് ചെയ്തു കൊടുക്കുന്ന ഒരു ജോലിയാണ് അവർ ചെയ്തു കൊടുക്കുന്നത്. ഇവർ കൊടുക്കുന്ന പ്രൊമോഷൻ മറ്റവനെ ഒതുക്കിയിരുന്നു അവര് ഇട്ട് കൊടുക്കും എല്ലാത്തിലും കൂടെ. സമയപരിമിതി കൊണ്ടാണ് ഇടപെടുന്നത്. ക്ഷമിക്കണം ശ്രീ ആലപ്പി അഷ്റഫ്. ആയാലും വ്യാപകമായി നമ്മൾ കാണുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ദിലീപിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കം നടക്കുമ്പോൾ ദിലീപിനെ എങ്ങനെയും പുറത്തിറക്കാൻ ഒരു വിഭാഗം നിർമ്മാതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പുറത്തിറങ്ങിയാൽ ദിലീപ് കുറ്റക്കാരനല്ല എന്ന തരത്തിൽ വീണ്ടും ഒരു വീരപരിവേഷം നൽകി ആ വിധത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വലിയ ഉന്നതരെ പോലും ഈ വിഷയത്തിൽ സൈലന്റ് ആക്കാനുള്ളൊക്കെയുള്ളൊരു ശ്രമമാണ്, നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്.